ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു വേക്കൻസിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വേക്കൻസിയാണ്. അപ്പൊ അതിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇത് കണക്കിടുന്ന ഓരോ വീഡിയോകളും അതാത് സമയം നിങ്ങളുടെ മുന്നിൽ എത്തുകയും നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തുകയും നിങ്ങൾക്കത് കണ്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മിക്കതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് സമയം പകുതിയാകാറുണ്ട്. അപ്പൊ ആദ്യമേ കിട്ടുകയാണ്, ആദ്യം നമ്മൾ അയക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അതിന് കൺസിഡറേഷൻ കിട്ടും. ആദ്യം തന്നെ അവർ ചെക്ക് ചെയ്യും, നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഈ ഒരു വേക്കൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ദിവസമേ എടുക്കത്തുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30 ഒക്ടോബറാണ്. അതായത് പിന്നെ 10-ാം തീയതി, അടുത്ത 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം അറിയാൻ പറ്റും. നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും, അല്ലെങ്കിൽ മൊബൈലിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ വരും. അപ്പൊ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇതിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതി. ഈ മാസം ഒക്ടോബർ 30-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് വെറും 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ സെലക്ട് ആയോ, അത് സെലക്ട് ആയില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെലക്ട് ആകുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇമെയിലിൽ വരും, അല്ലെങ്കിൽ മൊബൈലിൽ അവർ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഇമെയിൽ വരും, അതിനകത്ത് പർട്ടിക്കുലർലി അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന ലൊക്കേഷനിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി. ഒരു ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫീസും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റും ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സാമും ഇല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. അപ്പം അത് സെലക്ട് ആകുക, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അത് ഇന്ത്യയിൽ എവിടെയും ആകാം. അപ്പൊ നിങ്ങൾക്ക് അതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ചെയ്യും. അത് ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള നിങ്ങൾ ഇമെയിലിൽ പോയി അതിന്റെ OTP നോക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ OTP നോക്കണ്ട, അല്ലെങ്കിൽ ചില മിക്കവർക്കും അതായത് ഒരു 80% ആൾക്കാർക്കും സ്റ്റുഡന്റിനും അല്ലെങ്കിൽ കാൻഡിഡേറ്റിനും ഒരു 80% കാൻഡിഡേറ്റിനും ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പലതും ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നാലേ എനിക്കറിയാൻ പറ്റും. അപ്പൊ അവരുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് പല തടസ്സങ്ങൾ വരുന്നു അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ചിലപ്പോൾ OTP എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ OTP അവിടെ എടുക്കുന്നില്ല, OTP ശരിയല്ലെന്ന് പറയുന്നത്. അതായത് ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേരിയസ് വേക്കൻസി ഉണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്, അതായത് പോസ്റ്റ് ഒന്നേ ഉള്ളൂ. പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം ഏത് പോസ്റ്റ് ആണെന്ന്. അപ്പൊ പോസ്റ്റ് പോസ്റ്റേ ഉള്ളൂ. പക്ഷെ വേക്കൻസി വേരിയസ് വേക്കൻസിയാണ്, ഒരുപാട് വേക്കൻസി ഉണ്ട്. അവരുടെ നമ്പർ ഓഫ് വേക്കൻസി കൂടുതലാണ്, പോസ്റ്റ് ഒന്നേ ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഇനിയും വീഡിയോകൾ വരും, അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമുള്ളത് കാണും. അപ്പോഴത്തേക്ക് നിങ്ങൾ കാത്തിരിക്കുക. അത് കണക്ക് തന്നെ പലരും അപ്ലൈ ചെയ്തിട്ട് റിപ്ലൈ വരാത്തവരുണ്ട്. അവരൊക്കെ ചിലരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് റിപ്ലൈ വരുന്നില്ലെന്ന്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് വേറെയുള്ള ഏത് കൺട്രിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വേറെ UK ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രി ആയിക്കോട്ടെ, നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ ആ റെസ്യൂം അല്ലെങ്കിൽ നമ്മുടെ CV അവിടെ ഷോർട്ട് ലിസ്റ്റ് ആയില്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആയില്ല എന്ന് പറയും. കാര്യം ഏത് കുറവുകൊണ്ടാണ് അത് അവർ ഷോർട്ട് ലിസ്റ്റ് ആക്കാഞ്ഞെന്ന് പറയത്തില്ല. പക്ഷെ അവർ പറയും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ വരും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഇന്ത്യയിൽ ആരും പറയത്തില്ല നിങ്ങളുടെ സെലക്ട് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ അതും ചിലപ്പോഴേ വരും. നമ്മുടെ ഇന്ത്യയുടെ ഒരു രീതിയാണ്. നമ്മൾ അപേക്ഷിച്ചിട്ട് അതിനെപ്പറ്റി നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ ആ OTP ഒക്കെ ശരിയാക്കി നമ്മൾ അയക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടാറില്ല. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് സമയമാകുന്നു, ഞാൻ ഇതിനകത്ത് എനിക്ക് കിടക്കാം. അപ്പൊ എനിക്ക് വീണ്ടും പറയാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ടഡ്. ഇവിടെ പറയുന്നുണ്ട് ആൾറെഡി സ്റ്റാർട്ടഡ്. ഡേറ്റ് 30 ഒക്ടോബർ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് ഇതിനകത്ത് ഒരു ഫീസും ഇല്ല, ഞാൻ നേരത്തെയും പറഞ്ഞു. എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എക്സാമും ഇല്ല, ആപ്ലിക്കേഷൻ ഫീസില്ല, എക്സാമും ഇല്ല ഇതിനകത്ത്. അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണിത്. ഇനി നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12ാം ക്ലാസ്സുകാർക്ക് ഇതിന്റെ മിനിമം ഒരു യോഗ്യത എന്ന് പറയുന്നത് 12ാം ക്ലാസ്സുകാർ. നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാൻ 18ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നെയിം ഓഫ് പോസ്റ്റ് ഫീൽഡ് വർക്കറിന്റെ പോസ്റ്റാണിത്. ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്.
പേ സ്കെയിൽ എന്ന് പറയുന്നത് 12,000 രൂപ നിങ്ങൾക്ക് പെർ മന്ത് പേ സ്കെയിലായി ഇതിന്റെ. ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത എന്നാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മിനിമം ഏജ് ആണ്. നിങ്ങളുടെ ഒരു മിനിമം 18 വയസ്സ് ഉണ്ടായിരിക്കണം. പിന്നെ മാക്സിമം 50 വയസ്സുള്ള വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നോ ഏജ് റിലാക്സേഷൻ. നിങ്ങൾ SC ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, അത് ഒരു തരത്തിലുള്ള ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിക്രൂട്ട്മെന്റ്. ഇതാണ് ഒരു നമ്മുടെ മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ഓഫ്ലൈൻ ഇന്റർവ്യൂ. നിങ്ങൾക്ക് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആയിരിക്കും, അത് ഓൺലൈൻ ആയിരിക്കത്തില്ല. ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് കാൾ ആൻഡ് ഇന്റർവ്യൂ. നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ആയവരെ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കും. ഇനി ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഈ ഇമെയിൽ ID നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മൊബൈലിൽ ഒരു ഇമെയിൽ ID രജിസ്റ്റർ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു 90% ആൾക്കാർക്കും അറിയാൻ പറ്റും. അപ്പൊ ആ ഇമെയിൽ IDയിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അതിലൂടെ. അല്ലാതെ നിങ്ങൾ എങ്ങും പോകേണ്ട. ചിലരുണ്ട് അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്യിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറൊരാളെ ആശ്രയിച്ച് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അതൊന്നും വേണ്ട. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ ഒരു ഇമെയിൽ ഉണ്ടായിരിക്കും. ആ ഇമെയിൽ IDയിലൂടെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൊടുക്കണം. നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്യണം. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയുണ്ട്, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, 10ാം ക്ലാസ്സുകാരായി 10ാം ക്ലാസ് 12ാം ക്ലാസ്, അതുകൂടാതെ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇങ്ങനെയുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. ഇനി ITI ആണെങ്കിൽ ITI ചെയ്യണം. 12 കഴിഞ്ഞ് ITI പഠിക്കുന്നവരുണ്ട്. അത് കണക്കാണ് ഡിപ്ലോമ. ആ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ITIയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡ് മസ്റ്റ് ആണ്. ആധാർ കാർഡ് മണ്ടറേറ്ററി ആണ്. അപ്പൊ ആധാർ കാർഡ് നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം. അപ്പൊ അതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഞാൻ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, റിസർച്ച് സെക്ഷൻ, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ വേക്കൻസിയാണിത്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. AIMS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. സബ്ജക്ട് ഇന്റിമേഷൻ റിഗാർഡിംഗ് അഡ്വൈസ്മെന്റ് ഫോർ ടെമ്പററി റിസർച്ച് സ്റ്റാഫ് അണ്ടർ DBT വെൽക്കം ട്രസ്റ്റ് എന്നൊക്കെ പറയും. ഇവിടെ ഇതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രോജക്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്രോജക്ട് കോഡ് നിങ്ങൾ നോക്കണം. ഇവിടെ പ്രോജക്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. റിസീവിംഗ് ആപ്ലിക്കേഷൻ ഈസ് 30/10. ഇവിടെ പറയുന്നുണ്ട് ഒക്ടോബർ 30 വരെ സ്വീകരിക്കത്തുള്ളൂ. 5 മണി. ഒക്ടോബർ 30 5 മണി വരെ അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. ഇമെയിൽ ആയതുകൊണ്ട് ആ ഒരു മിനിറ്റ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ കിട്ടും. ഇവർ പറയുന്നുണ്ട് ഹിന്ദി ഇംഗ്ലീഷിന്റെ 2 നോട്ടിഫിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഹിന്ദിയാണ്, നമുക്കത് നോക്കണ്ട. ഇവിടെ ഞാൻ താഴെ കാണിക്കാം നിങ്ങളെ. അഡ്വൈസ്മെന്റ് ഓഫ് ടെമ്പററി റിസർച്ച് സ്റ്റാഫ് DBT വെൽക്കം ട്രസ്റ്റ് റിസർച്ച് പ്രോജക്റ്റ് ആണ്. ഇവിടെ ഈ അഡ്വൈസ്മെന്റ് ആണ് ഇതിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് AIMS ആണ് ഇതിന്റെ. അതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഫീൽഡ് വർക്കറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളുടെ ജോലിയുടെ പേര് ഫീൽഡ് വർക്കറാണ്. 12ാം ക്ലാസ് ഇവിടെ ചോദിക്കുന്നുള്ളൂ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് 12ാം ക്ലാസ് ഇന്റർമീഡിയറ്റ് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18,000 പെർ മന്ത് സാലറിയാണ്. നിങ്ങൾക്ക് ഫിക്സ്ഡ് ആണ്. ഇവിടെ പറയുന്നുണ്ട് ഏജ് മിനിമം 50 വയസ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളുടെ ഈ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ വീഡിയോയിലും തന്നേക്കാം. നിങ്ങൾ ഈ ഇമെയിൽ ID ഇവിടെ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. ഇതിലൂടെ എൻ്റെ കർസർ പോകുന്ന അവിടെ നിങ്ങൾ നോക്കണം. ഈ ഒരു ഇമെയിൽ ID നിങ്ങൾ അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ അയച്ചാൽ മതി നിങ്ങൾക്ക്. അപ്പോൾ അവിടുന്ന് റിപ്ലൈ നിങ്ങളുടെ സെലക്ട് ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ വരും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.